ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലെ ഓണം സ്പെഷ്യൽ കുർത്തിയാണത്. കണ്ടല്ലോ, അതെ 160 രൂപ ചിലവിൽ നമുക്കൊരു 1000 രൂപയുടെ ഒരു അടിപൊളി പാർട്ടി വെയർ ഉണ്ടാക്കിയിരിക്കുക. അത്യാവശ്യം നല്ലൊരു ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ആണല്ലോ, ഒരു ഏലൈൻ കുർത്തിയാണ്. പക്ഷേ ഇതിൻ്റെ നെക്കാണ് അതിൽ ഹൈലൈറ്റ്. എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഫുള്ളായിട്ട് നമ്മളതിൽ, അപ്പോൾ അത് കട്ടിങ് വീഡിയോ ആണ്, ഫുള്ളായിട്ട് കാണാം. നാളെ സ്റ്റിച്ചിങ് വീഡിയോ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇത് ഇതുപോലത്തെ നല്ല കോട്ടൺ ആയിട്ടുള്ള നൈറ്റി പ്രിൻ്റ്, നൈറ്റി ബിറ്റാണത്. പക്ഷേ നല്ല പ്രിൻ്റ്. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ കുർത്തിക്ക് പറ്റിയ മെറ്റീരിയൽ. എനിക്ക് കറക്റ്റ് നെറ്റും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കണ്ടോ, 160 എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതേ നെറ്റ് വെച്ച് ക്രീം കളർ നെറ്റാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയ തുണിന് നമ്മൾ മടക്കി വെച്ചിട്ട് സാധാരണ ഏലൈൻ കുർത്തിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ ഏലൈൻ വേണമെങ്കിൽ ഏലൈൻ എടുക്കാം, സ്ലിറ്റ് വേണമെങ്കിൽ സ്ലിറ്റ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു സൈസിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോൾ, ഓക്കെ. പിന്നെ നമ്മുടെ ചെസ്റ്റ് 12.5, വേസ്റ്റ് 11.5, പിന്നെ ഏലൈൻ ടൈപ്പിലങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. 44 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് മെഷർമെൻറ്റ് ഓർത്ത് വെച്ചോളൂ. ഇതിൽ ഷോൾഡറും ആം ഹോളും 7 തന്നെ എടുക്കും കേട്ടോ. ഷോൾഡറും 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച്, ചെസ്റ്റ് 12.5 ഇഞ്ച്, വേസ്റ്റ് 11.5 ഇഞ്ച്, ടോട്ടൽ ലെങ്ത്ത് 44 ഇഞ്ച്. എ ലൈനാണ്, സൈഡ് ഓപ്പൺ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതിലും ഞാൻ നെക്കിൻ്റെ കട്ടിങ് ഇതിൽ വരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഫുൾ കണ്ടാൽ മാത്രമേ നെക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതിൻ്റെ സ്ലീവ് കട്ടിങ് വേറെ രീതിയിലാട്ടോ. പക്ഷേ ആ രീതിയിൽ സ്ലീവ് അത്ര ചെയ്യേണ്ട. എനിക്ക് ചെറിയൊരു ടൈറ്റ് വന്നു. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യേണ്ട, നോർമൽ പോലെ സ്ലീവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാനിപ്പോൾ ചെസ്റ്റും വേസ്റ്റും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് 44 ഇഞ്ച് ലെങ്ത്ത് മേളിൽ നിന്ന് എടുക്കാം. സാധാരണ ഇപ്പോൾ ഒരു എലൈൻ എങ്ങനെയാണോ, ഒരു കുർത്തി എലൈനോ സ്ലിറ്റോ എങ്ങനെയാണോ അത് കട്ട് ചെയ്യാൻ, ഓക്കെ. അത്രയേ ഉള്ളൂ. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അതിൽ. അപ്പം നമുക്കത് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് എടുക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുർത്തി എനിക്ക് എപ്പോഴും ചില സമയം കുർത്തികളൊന്നും ഇടുമ്പോൾ എനിക്ക് മാച്ച് ഉണ്ടാവില്ല. ഇത് എനിക്ക് കളറ് നല്ലോണം മാച്ചായി വന്നു. പിന്നെ അത് നല്ല ഒരു പെർഫെക്ഷനിൽ വരികയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും എല്ലാ ഡ്രസ്സും ഇട്ടാൽ ചേരണം നിർബന്ധമില്ലല്ലോ, അല്ലേ? അപ്പം നമുക്ക് അടിയിൽ നമുക്കൊന്ന് ചരിച്ച് വെട്ടണേ. നമ്മൾ എലൈനല്ലേ. ഇതൊരു എന്തായാലും ഒരു അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് എടുക്കാം, ഈ ഒരു പാറ്റേൺ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതേ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോക്ക് ഞാൻ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അടിയിൽ ചരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തു. ശേഷം ആം ഹോളിലേക്ക് വന്ന് ചെസ്റ്റിലേക്ക് പോന്നു. ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്തു. ശേഷം നമ്മൾ ചരിച്ച് നമ്മുടെ തുണിയുടെ എൻഡ് വശത്തേക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പോർഷൻ്റെ കട്ടിങ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് ചെയ്യാനായിട്ട് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്ന് പറയുമ്പോൾ 2 തുണിയെ യോജിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ഇതാണ്. നെക്ക് ചെയ്യാനുള്ള സ്ലീവാണ് കേട്ടോ. സ്ലീവ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അതായത് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ നമ്മളുടെ സ്ലീവിൻ്റെ ഓപ്പണിങ് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ചു. പക്ഷേ അങ്ങനെ വെച്ചപ്പോൾ ചെറിയൊരു ടൈറ്റ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒന്നും കൂടി ലൂസാക്കി എടുക്കുക. തയ്യൽത്തും 1 ഇഞ്ച് ഇട്ട് ചെയ്തിട്ടും ചെറിയൊരു ടൈറ്റ് വന്നു നമ്മുടെ കൈയിൻ്റെ സൈഡിൽ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ചെയ്യേണ്ട, നോർമലായിട്ട് നെക്ക് സ്ലീവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊന്നൊരു വെറൈറ്റിയിലൊന്നും ചെയ്തതാണ്. നമ്മളെപ്പോഴും പരീക്ഷണങ്ങൾ ചെയ്യണമല്ലോ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ, എപ്പോഴും ഒരേപോലെ ചെയ്യാണ്ട് പല രീതിയിലും പരീക്ഷിച്ച് നോക്കുക. സക്സസ് ആകുമ്പോൾ സക്സസ് ആയി എന്ന് പറയാം, ഫെയിൽ ആകുമ്പോൾ ഫെയിലായി എന്ന് നിങ്ങളോട് പറയാം. അപ്പോൾ അതേ നോക്കിക്കുക, സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈക്ക് കുറച്ച് വണ്ണം കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുമ്പോൾ അതിൽ അറിയുന്നില്ല, പക്ഷെ ഞാൻ ഇത്തിരി ലൂസായിട്ട് ഇടുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതപ്പോൾ നമ്മുടെ സ്ലീവ് കണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാകും സ്ലീവിൽ നമുക്ക് 1/2 ഇഞ്ച് നമ്മുടെ ആം ഹോളിൽ നിന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഏലൈൻ കുർത്തിയിൽ എന്ത് ചെയ്യണം, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനിയുള്ള പോർഷൻസാണ് ക്ലിയർ ആയിട്ട് കാണേണ്ടത് കേട്ടോ. അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ശേഷം ആദ്യം നമുക്ക് ബാക്ക് നോക്കിക്കോളൂ, ഒരു പോർഷൻ എടുത്ത് മടക്കുക. മടക്കി വെച്ച ശേഷം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് വേണമെങ്കിൽ നെക്ക് ചെയ്തെടുക്കാം, ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ച് വെച്ച ശേഷം 2.5 ഇഞ്ച്
2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്ക് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ചോളൂ. ഇത് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത്. ശേഷം നമുക്കിതിൽ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ പീസ് ഉണ്ടല്ലോ, ഒരു പീസ്, അത് ഒരെണ്ണം നമ്മൾ ബാക്കിന് എടുത്തു, ഒരെണ്ണം ഫ്രണ്ടിന് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസിനുള്ളത് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നോക്കിക്കോളൂ, അതായത് ഒരു പീസ് തുണി കൂടി നമുക്കിതിന് വേണം നെക്ക് ചെയ്യാനായിട്ട്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കട്ട് പീസ് 2 എണ്ണം ഞാൻ കണ്ട ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു 17 ഇഞ്ച് നീളവും വീതി വന്നിട്ട് കണ്ടോളൂ 13 ഇഞ്ച് വീതിയും. ഓക്കെ, 13.5 ഇഞ്ച് വീതി, 17 ഇഞ്ച് നീളം 13.5 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണി എടുത്തിട്ട് അതിനെ നടുവേ മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചത് നെക്കിൽ നമുക്ക് ഉള്ളിലോട്ട് മറിച്ചിടാനുള്ള തുണിയാണ്. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ എടുത്തായിട്ട് അതിൻ്റെ മേലെ നമുക്കിത് വെക്കാം. ഇത് കറക്റ്റായിട്ട് നടുവേ മടക്കി വെക്കണേ. 2 പീസും കൂടി ജോയിൻ ചെയ്തല്ലേ, പക്ഷേ അത് ഉൾവശത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട്, അതായത് നമ്മളിപ്പോൾ 17 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതി 13.5 ഇഞ്ച് വീതിയുമുള്ള തുണി എടുത്തില്ലേ, അത് നടുവേ മടക്കിയിട്ട് ഇതിൻ്റെ മേലെ വയ്ക്കുക. പ്രിൻറ്റ് തിരിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വെക്കുന്നത്. ഇത് പിന്നെ ഉള്ളിലോട്ട് പോകുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിൽ നെക്ക് കട്ട് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ട് കണ്ടോളൂ. 4.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ 17 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. 14 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം. ഓക്കെ, 4.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 13 14 നിങ്ങൾക്ക് എടുക്കാം. അതിൽ കൂടുതൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ ഈ ഒരു ഭംഗി അതിന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വി നെക്ക് മാർക്ക് ചെയ്യാം. വിയോ അല്ലെങ്കിൽ അടിയിൽ ചെറിയൊരു കുഴിപ്പ് പോലെ യു ആയാലും കുഴപ്പമില്ല, പക്ഷേ അത് ആ രീതിയിൽ നിൽക്കണം. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ഇത് ചെയ്തെടുക്കാം. ക്യാൻവാസ് വെക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര സ്റ്റിഫായി പോകും. അതുകൊണ്ട് ക്യാൻവാസ് വെച്ചിട്ട് വേണ്ട. ഈ തുണിയൊന്ന് മറിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മളത് നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ വരച്ചു കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പോർഷനിലാണ് ഉണ്ടാവുക. ഈ ഒരു നെക്ക് കണ്ടല്ലോ, അടിപൊളി നെക്ക് ഡിസൈനാണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്കൊക്കെ ഇതിന് മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പഴയ ഫാഷനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്ന ട്രാൻസ്പെറൻറ്റ് നെക്ക് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു ഫാഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബാക്കിയുള്ള തുണിയുള്ള സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കാരണം അത്രയും തുണി ഉള്ളിൽ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് തുറക്കണ സമയത്ത് ഇതുപോലെ നമുക്കിത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പോർഷനിലാണ്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ലൈക്ക് ഇട്ട് വെച്ചോളൂ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റാർട്ടിങ് ഭംഗി ആദ്യം തന്നെ കാണിക്കേണ്ട അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക്